വിവാഹത്തിലെ ലൈംഗിക ധാർമ്മികതയെക്കുറിച്ചുള്ള ക്ലാസ്സാണ് നമ്മളിപ്പോൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് ലൈംഗികത എന്ന് പറയുന്നത് മനുഷ്യനിൽ എസെൻഷ്യലായിട്ടുണ്ടായിരിക്കേണ്ട ഒരു സിസ്റ്റമാണ്. അതിൽ മനുഷ്യ ലൈംഗികതയിൽ മാനസികവും ശാരീരികമായിട്ടുള്ള രണ്ട് വശങ്ങളുണ്ട്. പ്രധാനമായിട്ടും മനുഷ്യ ലൈംഗികത മാനസികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. മനുഷ്യനിൽ ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ലൈംഗികത. സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ലൈംഗികത അനുഭവിക്കേണ്ടത്. അഥവാ സ്നേഹമാണ് ലൈംഗികതയുടെ സാരാംശമായിട്ട് നിലകൊള്ളുന്നത്. നമ്മളീ പറഞ്ഞ അടിസ്ഥാന തത്വങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ലൈംഗികതയുടെ ഉദ്ദേശം കൂടി വ്യക്തമാക്കിയിരുന്നു. അത് ഒരു വ്യക്തിയിൽ ആത്മസംതൃപ്തി നൽകുന്നതായിരിക്കണം, വ്യക്തിയാന്തര ബന്ധം ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം, പ്രത്യുൽപാദന ഉന്മുഖമായിരിക്കണം. ഈ തത്വങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതിൻ്റെ തുടർച്ചയായിട്ട് നമുക്കിപ്പോൾ ഗർഭനിരോധനം, കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്ന ഒരു വിഷയം നമുക്കിന്ന് പരിഗണനയ്ക്കെടുക്കാം. പലപ്പോഴും ഇന്ന് മനുഷ്യരെ സാധാരണമായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഇതങ്ങ് മാറിയിട്ടുണ്ട്. പലരും പറയും കോൺട്രാസെപ്ഷൻ സാധാരണമായിട്ടുള്ള കാര്യമാണ്, പല മതവിഭാഗങ്ങളിലും അങ്ങനെയുണ്ട്, പല സമൂഹങ്ങളിലും അങ്ങനെയുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തും നമ്മളങ്ങനെ കാണാറുണ്ട് അല്ലേ. ചിലരൊക്കെ പറയാറുണ്ട് 1-2 മക്കളായി ഞങ്ങളങ്ങ് നിർത്തി എന്ന് പറയും. ഒരു കോൺട്രാസെപ്ഷൻ ചെയ്തു, ഗർഭനിരോധം, ഇനി മക്കളുണ്ടാകാൻ താല്പര്യമില്ല എന്ന് അവർ പറയുന്നതിന് തുല്യമാണത്. ചില ആളുകൾ ഇതിനുവേണ്ടി ചിലപ്പോൾ മരുന്ന് കഴിക്കും, ട്രീറ്റ്മെൻറ്റിന് പോകും, അല്ലെങ്കിൽ ഓപ്പറേഷന് പോകും. ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മളിതിനെ ഒരു ക്രിസ്തീയമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തുക? അതിൻ്റെ ധാർമ്മികത എന്താണ്? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ലൈംഗികതയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയിൽ ആത്മസംതൃപ്തി നൽകുന്ന ഒന്നായിരിക്കണം. അതൊരു സ്ത്രീ പുരുഷ ബന്ധത്തിലേക്ക്, വ്യക്തിയാന്തര ബന്ധത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം. മൂന്നാമത് പ്രത്യുൽപാദന ഉന്മുഖമായിരിക്കണം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമുണ്ട്. പ്രത്യുൽപാദന ഉന്മുഖത എന്ന് പറയുന്ന ഒന്നാണ് നമ്മളിവിടെ എടുത്തു കളയുന്നത്. നമ്മൾ മക്കൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന വഴി, ഇനി ഗർഭം ധരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന വഴി യഥാർത്ഥത്തിൽ മക്കളുണ്ടാകാനുള്ള സാധ്യത നമ്മൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി പ്രത്യുൽപാദന ഉന്മുഖത എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ലൈംഗികതയുടെ ലക്ഷ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് അതിനാൽ തന്നെ നമ്മൾ നിഷേധിച്ചു അല്ലേ. പണ്ട് വിശുദ്ധ അഗസ്തീനോസിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, 4-ാം നൂറ്റാണ്ടിൽ അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് വിവാഹത്തിലെ ലൈംഗികത എന്ന് പറഞ്ഞാൽ അത് സന്താനോൽപാദനത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അത്ര പ്രാധാന്യത്തോടെയാണ് അദ്ദേഹം അതിനെ കണ്ടിരുന്നത്. സഭ ഇന്ന് പറയുന്നത് ശരിയാണ്, സന്താനോൽപാദനം സഭയുടെ വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതിനുവേണ്ടി മാത്രമാണ് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഈ സ്ത്രീ പുരുഷ ബന്ധം, സ്നേഹം, ഇങ്ങനെയുള്ള ആത്മസംതൃപ്തി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉൾച്ചേരുക വേണം. അപ്പോൾ അതിൽ നിന്ന് സന്താനങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ വിവാഹത്തിൻ്റെ കാതലായ ലക്ഷ്യങ്ങളൊന്ന് അതിനാൽ തന്നെ അതിൽ നിന്ന് എടുത്തു മാറ്റി എന്നാണ് പറയുന്നത്. തന്നെയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് അവന് സ്വയമായിട്ട് മക്കൾ ഉണ്ടാകണം എന്ന് തീരുമാനിക്കാനോ അല്ലെങ്കിൽ മക്കൾക്ക് ജന്മം നൽകാനോ സാധിക്കുന്നില്ല. ദൈവം അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് മക്കളുണ്ടാവുകയുള്ളൂ അല്ലേ. നമ്മൾ ധാരാളം പേരെ സമൂഹത്തിൽ കാണാറുണ്ട്, വിവാഹം കഴിഞ്ഞു 5 വർഷമായി 10 വർഷമായി മക്കളില്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് ഒരുപാട് യാതനകളായിട്ടും പ്രാർത്ഥനകളും നേർച്ചകളും ഒരുപാട് സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് ഓടി നടക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവം ഒരു മനുഷ്യന് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് സന്താനങ്ങൾക്ക് ജന്മം നൽകാനുള്ള അനുഗ്രഹം. അത് നമ്മൾ നിഷേധിച്ച് കളയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ദൈവത്തിന് എതിരായിട്ടുള്ള ഒരു നിലപാടെടുക്കുകയാണ്. അതുകൊണ്ട് സഭ അതിനെ വളരെ ഗൗരവമായിട്ടുള്ളൊരു പാപമായിട്ടാണ് കരുതുന്നത്. പണ്ട് ആൾക്കാർ പോളാറാമൻ മാർപ്പാപ്പയോട് പറയുകയുണ്ടായി, ഇതൊക്കെ ലോകത്തിൽ പൊതുവേ നടന്നു വരുന്ന കാര്യമാണ്, അതുകൊണ്ട് സഭ ഇതിനോട് ഒന്നുകിൽ അങ്ങ് യോജിച്ചു പോവുക അല്ലെങ്കിൽ അങ്ങ് കണ്ണടയ്ക്കുക എന്നുള്ളതാണ് നല്ലത്. മനുഷ്യജീവൻ എന്ന് പറയുന്ന ഒരു ചാക്രിക ലേഖനം തയ്യാറാക്കിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇപ്രകാരം വളരെ സജീവമായിട്ടുള്ളൊരു ചർച്ചയുണ്ടായിരുന്നു പറയുന്നത്. പക്ഷെ മാർപ്പാപ്പ അതിനോട് വളരെ പാടെ വിരുദ്ധമായിട്ടുള്ള നിലപാടെടുത്തു. ഒരു കാരണവശാലും സഭ ഇതിനെ അംഗീകരിക്കുകയില്ല. ഹ്യൂമാനെ വീത്തെ, മനുഷ്യജീവൻ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിലൂടെ പോളാറാമൻ മാർപ്പാപ്പ വളരെ ശക്തമായിട്ട് പറഞ്ഞു, ലോകം മുഴുവൻ ഇതിനുവേണ്ടി അനുകൂലിച്ചെന്നാലും ശരി, സഭ ഒരു കാരണവശാലും ഗർഭനിരോധനത്തെ അംഗീകരിക്കുകയില്ല എന്ന് തന്നെ പറഞ്ഞു. തുടർന്ന് വരുന്ന എല്ലാ ചാക്രിക ലേഖനങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ജീവനെ സംബന്ധിച്ചുള്ള ചാക്രിക ലേഖനങ്ങളിലെല്ലാം എല്ലാ മാർപ്പാപ്പമാരും എടുത്തിരിക്കുന്ന ഇതേ നിലപാട് തന്നെയാണ്. കാരണം ദൈവം ആഗ്രഹിക്കുന്ന ഒന്നിന് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടെടുക്കാൻ സഭയ്ക്ക് പറ്റില്ല. സമൂഹം മുഴുവൻ തെറ്റായിട്ടുള്ളൊരു നിലപാടെടുത്താലും സഭ അതിൻ്റെ ഉപ്പും പ്രകാശവുമായിട്ട് നിൽക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നതാണ്.
സഭയിൽ നിന്ന് ആ സാരാംശം, സത്ത നഷ്ടപ്പെട്ടു പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് സഭ ഇതിന് വളരെ ശക്തമായിട്ടുള്ളൊരു എതിർപ്പാണെന്ന്. ഇപ്പോൾ നമ്മളീ പറഞ്ഞ ഒന്നാമത്തെ, അതായത് ഏറ്റവും പ്രധാനമെന്ന് നമ്മൾ പറയുന്നത് മക്കൾ ഉണ്ടാകുന്നതിന് നേരെ ഘടകവിരുദ്ധമായിട്ട് നിൽക്കുന്ന നിലപാട്. രണ്ടാമത് ആത്മസംതൃപ്തി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കുക. ഈ ലൈംഗികതയിൽ ഏർപ്പെടുന്ന സ്ത്രീക്കും പുരുഷനും ആത്മസംതൃപ്തി കിട്ടാനുള്ള അവകാശമുണ്ട്, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് മക്കൾ ഉണ്ടാകാനുള്ള സാധ്യത ആരാണ് നിഷേധിക്കാൻ പോകുന്നത്? സ്ത്രീയാണോ വേണ്ടാന്ന് വെക്കുന്നത്, അതോ പുരുഷനാണോ വേണ്ടാന്ന് വെക്കുന്നത്? രണ്ടുപേർക്കും വേണ്ടാന്ന് വെക്കാനുള്ള അവകാശങ്ങളുണ്ട്, രണ്ടുപേർക്കും ചെയ്യാനുള്ള പ്രൊസീജിയറുകളുമുണ്ട്. ഓപ്പറേഷനോ ചികിത്സയോ ഒക്കെ ചെയ്യാം. പക്ഷേ അതിൽ ഒരാൾ അത് ചെയ്തു കഴിയുമ്പോൾ അയാൾക്ക് തോന്നുന്നത് എന്തായിരിക്കും? ഞാൻ മറ്റേ ആളിൻ്റെ ഒരു സന്തോഷ വസ്തു, ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് എന്തോ ഒരു കാര്യമായിട്ടുള്ള കുറവ് വരുത്തിയിരിക്കുന്നു, അല്ലേ? എനിക്കൊരു കുറവ് വരുത്തിയിട്ട് മറ്റേ ആളിനൊരു സന്തോഷത്തിനുള്ള വസ്തുവായിട്ട് ഞാൻ മാറിയിരിക്കുന്നു. അപ്പം ഞാനൊരു വസ്തുവാണോ അതോ ഒരു വ്യക്തിയാണോ? ഞാനൊരു വ്യക്തിയാണെങ്കിൽ എന്നെ എന്തിന് ആവശ്യം പോലെ ഉപയോഗിക്കാവുന്ന ഒരു വസ്തുവായിട്ട് മാറ്റുന്നു? എൻ്റെ ആ വ്യക്തി മാഹാത്മ്യത്തിന് കുറവ് വരുത്തുന്നത് എന്തിനാണ്? എന്നിലൊരു ഓപ്പറേഷൻ ചെയ്ത് അല്ലെ എന്നെ ഒരു ചികിത്സയ്ക്ക് വിധേയമാക്കി എനിക്കുള്ള ഒരു കപ്പാസിറ്റി എടുത്തു കളയുക എന്ന് പറയുമ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തിയാണോ ഇയാൾ സ്നേഹിക്കുന്നത്, അതോ ഞാനെന്ന് പറയുന്ന വസ്തുവിനെയാണോ ഇയാൾ സ്നേഹിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ ഈ വിവാഹത്തിൽ ഉൾച്ചേരുന്ന ഭാര്യയും ഭർത്താവും രണ്ടുപേർക്കും ലഭിക്കേണ്ട ആത്മസംതൃപ്തി എന്ന് പറയുന്ന ഘടകത്തിന് കാര്യമായിട്ടുള്ളൊരു ഭീഷണി ഉയരുകയാണ്. ഒരാൾക്ക്, ജീവിത പങ്കാളിക്ക് സംതൃപ്തി തരാൻ വേണ്ടി മറ്റേയാൾ സ്വന്തം മാഹാത്മ്യത്തെ കുറയ്ക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. ഈ രണ്ട് ഘടകങ്ങളും വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ മാഹാത്മ്യത്തിന് കുറവ് വരുത്തിയാൽ അത് വിവാഹ ജീവിതത്തിലെ തുല്യത നിറഞ്ഞ ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തെ കളങ്കപ്പെടുത്തും. അതുകൊണ്ട് സ്ത്രീ ഒരു സന്തോഷ വസ്തുവാണ് എന്ന നിലയിലേക്ക് തരം താഴുന്ന വ്യവസ്ഥിതിയോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. പുരുഷനായാലും അങ്ങനെ തന്നെ. പുരുഷനെയും ഒരു സന്തോഷ വസ്തുവാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ, അതായത് മനുഷ്യനെ അവൻ്റെ മാഹാത്മ്യം കുറച്ച് കളയുന്ന ഒരു പ്രക്രിയയിലേക്ക് നമുക്ക് താഴ്ന്നിറങ്ങാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ മനുഷ്യൻ ഒരു കേവലം വസ്തുവായിട്ട് മാറും. അത് സഭ വളരെ നിഷ്ഠ വയ്ക്കുന്ന ഒന്നാണ്. കാരണം വിവാഹ ജീവിതത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ മാഹാത്മ്യത്തെ കുറയ്ക്കാൻ വേണ്ടിയല്ല വിവാഹം, മറിച്ച് ഒരു വ്യക്തിയെ കുറച്ചുകൂടെ പൂർണ്ണതയിലേക്കും സ്നേഹത്തിലേക്കും നയിക്കാൻ വേണ്ടിയാണ് വിവാഹം. വിവാഹത്തിൻ്റെ ഉദ്ദേശം അയാളെ ദൈവത്തിങ്കിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് പോകുന്ന ആ മാഹാത്മ്യം ഉയരുന്ന അവസ്ഥയിൽ നിന്ന് താഴുന്ന ഒരവസ്ഥയിലേക്ക് ഒരു വ്യക്തി പോകുക എന്ന് പറഞ്ഞാൽ അത് വിവാഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് തന്നെ സംഭവിച്ചിട്ടുള്ള കാര്യമായിട്ടുള്ള ഒരു അപഭ്രംശമാണ്. അതുകൊണ്ടാണ് ഇതിനെ സഭ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടാണ്. ഒന്ന്, ഈ വ്യക്തിയുടെ സംതൃപ്തി എന്നുള്ള ഒരു പോയിന്റിൽ അയാളെ ഒന്ന് തരം താഴ്ത്തുക എന്നുള്ള ഒരു പ്രക്രിയ അവിടെ സംഭവിക്കുന്നു. രണ്ടാമത്, പ്രത്യുൽപാദന ഉന്മുഖത, അതിനുള്ള സാധ്യത എന്ന് പറയുന്ന സംഭവം അവിടെ നിഷേധിക്കപ്പെടുന്നു. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, സപ്പോസ് ഒരാൾ പ്രഗ്നൻ്റായി ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഗൗരവമായിട്ടുള്ള അസുഖം, യൂട്രസ് ക്യാൻസർ പിടിച്ചു, അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം, നിങ്ങൾ അറിയാൻ പോവുകയാണ്, ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി മക്കൾ ഉണ്ടാകില്ല, ഹിസ്റ്ററക്ടമി ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഇനി മക്കൾ ഉണ്ടാകില്ല. അങ്ങനെ ഒരു സാഹചര്യം ആണെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റും, അല്ലേ? അറിഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? സഭ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാരണവശാലും സഭ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുകയില്ല. ഒരു കാരണവശാലും അറിഞ്ഞുകൊണ്ട് ഒരു നിലപാടെടുക്കുകയില്ല. അതുകൊണ്ട് ഗൗരവമായിട്ടുള്ള സാഹചര്യമാണ്, ഒരാൾ മരിക്കാൻ പോകുന്നു, അയാൾക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ, മെഡിക്കൽ റീസൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും സഭ അതിന് ഏസ് കൊടുക്കുന്ന ഒരു നിലപാടെടുക്കുകയില്ല. സഭ നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടി വന്നാലും ശരി, ഭ്രൂണഹത്യക്കോ അബോഷൻ, ഭ്രൂണഹത്യ അല്ലെങ്കിൽ ഗർഭഛിദ്രം ഇതുപോലൊക്കെയുള്ളതിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സഭയ്ക്ക് എടുക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ നിലപാടിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാട് സഭ ഒരു കാരണവശാലും എടുക്കില്ല. ഇതാണ് ഭ്രൂണഹത്യയുടെ കാര്യത്തിലും സഭയുടെ നിലപാട് അത് തന്നെയാണ്. ഭ്രൂണഹത്യ നമുക്കറിയാം, അമ്മയുടെ ഉദരത്തിൽ വളരുന്ന ഒരു കുഞ്ഞിനെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രക്രിയയാണ്, അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അമ്മയുടെ ഉദരത്തിൽ വളരുന്ന ഒരു ജീവൻ, അതിന് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ കൈവയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? ഇല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് വ്യക്തികൾ ഒരുപാട് വർഷങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണം, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണം എന്ന് പ്രാർത്ഥിക്കുകയും നേർച്ച നേരുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് കിട്ടാതെ വിഷമിച്ച് കഴിയുന്ന അവസ്ഥയിൽ മനുഷ്യൻ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, ദൈവമാണ് ഒരുവന് മക്കളെ നൽകുന്നത്, അല്ലേ? സങ്കീർത്തന പുസ്തകം പറയുന്നുണ്ട്, സന്താനങ്ങൾ കർത്താവിൻ്റെ അനുഗ്രഹമാണ്, ഉദരഫലങ്ങൾ അവിടുത്തെ സമ്മാനമാണ്. ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്,
ചിൽഡ്രൻ ആർ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. അവിടെ ദൈവം ദാനമായി നൽകുന്ന ഒന്നിനെ വേണ്ടാന്ന് വെക്കാനോ നശിപ്പിച്ച് കളയാനോ മനുഷ്യന് അവകാശമില്ല. അതുകൊണ്ടാണ് സഭ ഈ ഭ്രൂണഹത്യയും വളരെ ഗൗരവമായിട്ടുള്ള ഒരു പാപമായിട്ടാണ് കരുതുന്നത് കേട്ടോ. സഭ അതിനെക്കുറിച്ച് പറയുന്നത് ഇതൊരു പിടിക്കപ്പെട്ട പാപം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ റിസർവ്ഡ് സിൻ. ഭ്രൂണഹത്യ എന്ന് പറയുന്നത് ഒരു റിസർവ്ഡ് സിൻ എന്നാണ് പറയുന്നത്. എന്താ റിസർവ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ആ പാപമോചന അധികാരം റിസർവ് ചെയ്തിരിക്കുന്നു. ദ റൈറ്റ് ഓഫ് അബ്സല്യൂഷൻ ഈസ് റിസർവ്ഡ് ടു ദ ബിഷപ്പ്. പാപമോചന അധികാരം മെത്രാൻമാരിൽ റിസർവ് ചെയ്തിരിക്കുന്ന അർത്ഥം. അതായത് ഇപ്പോൾ ഒരാൾ അബോർഷൻ ചെയ്തിട്ട് വന്നിട്ട് ഒരു അച്ഛൻ്റെ അടുത്ത് നിന്ന് അബോർഷൻ ചെയ്തു എന്ന് പറഞ്ഞ് കുമ്പസാരിച്ചാൽ അച്ഛൻ പറയും ഞാൻ പോയി മെത്രാൻ്റെ അടുത്തു നിന്ന് ഈ പാപം മോചിക്കാനുള്ള അനുവാദം മേടിച്ചിട്ട് വരാമെന്ന് പറയും. പാപമോചന അധികാരം എനിക്കില്ല, മെത്രാനിൽ റിസർവ് ചെയ്തിരിക്കണം, അപ്പം ഞാൻ മെത്രാനിൻ്റെ അനുവാദം മേടിക്കണം അല്ലേ. പാപമോചന അധികാരം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ സഭയിൽ കിട്ടിയത്? ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും അല്ലേ. അങ്ങനെ പറഞ്ഞു. ഈശോ പാപമോചന അധികാരം ആർക്ക് നൽകി? അപ്പസ്തോലന്മാർക്ക് നൽകി. വിശ്വാസ സമൂഹത്തിനല്ല, അപ്പസ്തോലന്മാർക്കാണ് നൽകിയത്. അപ്പസ്തോലന്മാരുടെ പിൻഗാമികൾ എന്ന നിലയിൽ മെത്രാന്മാർക്ക് ലഭിച്ചു. അപ്പസ്തോലന്മാരുടെ നൈയാമികമായ പിൻഗാമികളാണ് മെത്രാന്മാർ. അതുകൊണ്ടാണ് മെത്രാന്മാർക്ക് പാപമോചന അധികാരമുള്ളത്. മെത്രാന്മാരിൽ നിന്നാണ് വൈദികർക്ക് ഈ പാപമോചന അധികാരം കിട്ടുന്നത്. മെത്രാനിച്ചൻ പട്ടം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഓടിപ്പോയി കുമ്പസാരിപ്പിക്കാനൊന്നും പറ്റത്തില്ല. മെത്രാനിച്ചൻ നമുക്ക് അതിനുള്ള അനുവാദം തരണം. ഞങ്ങൾക്കൊക്കെ തന്നിരിക്കുന്ന പാപമോചന അധികാരത്തിൽ എഴുതിയിട്ടുണ്ട്, എനിക്കാണ് തന്നിരിക്കുന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്, തെക്കേക്കര ജോൺ അച്ഛന് ആശീർവാദം അടുത്തു വരുന്ന 1 വർഷക്കാലത്തേക്ക് പാപമോചനം നിർവഹിക്കാൻ അനുവാദം തന്നിരിക്കുന്നു. അപ്പോൾ 1 വർഷം കഴിയുമ്പോൾ കാലാവധി കഴിഞ്ഞു, വീണ്ടും പുതുക്കണം. അപ്പോൾ ഇവിടെ വാർഷിക ധ്യാനത്തിന് ചെല്ലുമ്പോൾ വീണ്ടും പുതുക്കി തരും. അടുത്ത വരുന്ന 1 വർഷക്കാലത്തേക്ക് പാപമോചനം നടത്താൻ അനുവാദം തന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ആരുടെയെങ്കിലും കുമ്പസാരത്തിൻ്റെ രഹസ്യം പുറത്തു പറയുകയോ അല്ലെങ്കിൽ കുമ്പസാരത്തിൽ തെറ്റായിട്ടുള്ള ഉപദേശം തരികയോ കുമ്പസാരത്തിൻ്റെ മാഹാത്മ്യത്തിന് യോജിക്കാത്ത രീതിയിൽ പെരുമാറുകയോ ചെയ്താൽ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ വിളിച്ചിട്ട് പറയും ഇത് മാത്രം ചെയ്യണ്ട, പാപമോചനം നിർവഹിക്കാനുള്ള അനുവാദം പിൻവലിച്ചിരിക്കുന്നു എന്ന് പറയും. ഇപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്കൊക്കെ എഴുതി തന്നിരിക്കുന്നത്. അൺടിൽ റിവോക്ഡ്. കുറച്ച് വർഷങ്ങളായതുകൊണ്ട് സാമാന്യം കുഴപ്പമില്ലാതെ ചെയ്തു പോകുന്നു എന്നുള്ള ഒരു ബോധ്യത്തിൽ എഴുതിയിരിക്കുക. അൺടിൽ റിവോക്ഡ്, പിൻവലിക്കുന്നിടം വരെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം എന്നുള്ളതാണ്. അപ്പോൾ പാപമോചന അധികാരം യഥാർത്ഥത്തിൽ മെത്രാൻ്റെ അവകാശമാണ്. അതുകൊണ്ട് ഇതുപോലുള്ള ഒരു പാപം ചെയ്ത് കഴിഞ്ഞാൽ അത് മോചിക്കാനുള്ള അധികാരം മെത്രാനിൽ റിസർവ്ഡ് ആണ്. നമ്മുടെ സഭ ഇപ്പോൾ അതിനകത്ത് കുറച്ച് അയവ് തന്നിരിക്കുന്ന ഇതാണ്. വാർഷിക ധ്യാനമാണ്. ഒരാൾ ശരിക്കും അതേക്കുറിച്ച് പശ്ചാത്തപിച്ച് ബോധ്യപ്പെട്ടാണ് അനുദപിച്ചാണ് വന്നിരിക്കുന്നതെന്ന് കുമ്പസാരക്കാരന് ബോധ്യമുണ്ടെങ്കിൽ ധ്യാന അവസരങ്ങളിൽ പാപമോചനം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പാപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞാലും ഇത്രയും റെസ്ട്രിക്ഷൻസ് ഇല്ല. പക്ഷേ റിസർവേഷൻ ഭ്രൂണഹത്യയ്ക്ക് കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നു പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, അതിനെ സഭ കുറച്ചുകൂടെ ഗൗരവമായിട്ടുള്ള പാപമായിട്ട് കാണുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സപ്പോസ് അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്നു, 6 മാസമായി അമ്മയ്ക്ക് യൂട്രസ് ക്യാൻസർ വരുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? അമ്മ മരിച്ചോട്ടെ എന്ന് വിചാരിക്കുമോ അതോ കൊച്ചിനെ കൊല്ലണമെന്ന് പറയുമോ? 2 പറഞ്ഞാലും ഒരു മരണത്തിന് നമ്മൾ ഉത്തരവാദിത്വം എടുക്കണം അല്ലേ. 2 പറഞ്ഞാലും നമ്മളൊരു മരണത്തിന് ഉത്തരവാദിത്വം എടുക്കണം. ചില മോറൽ തിയോളജിയിൽ ചില ആളുകൾ പറയാറുണ്ട് അതിൽ കുറഞ്ഞ തിന്മ എടുക്കാം, കുറഞ്ഞ തിന്മ നമ്മൾ കൂട്ടു നിൽക്കാവുള്ളൂ എന്ന് പറയുന്നത്. കുറഞ്ഞ തിന്മ ഏതാ? അമ്മയെ മരിക്കുന്നതാണോ കുഞ്ഞ് മരിക്കുന്നതാണോ? ചില ആളുകൾ പറയും സ്വഭാവം നോക്കിയിട്ട് പറയാം കുറഞ്ഞ തിന്മ ഏതാണെന്നല്ലേ. അമ്മയുടെ സ്വഭാവം മോശമാണെങ്കിൽ പിന്നെ അതൊരു വലിയ തിന്മയാണ്, അത് പോട്ടെന്ന് പറയുന്നതായിരിക്കാം. നമുക്ക് അങ്ങനെ ഒരു വിലയിരുത്തൽ പറയാൻ പറ്റില്ല. 2 ആയാലും ഒരു ജീവനാണ്, അമ്മയായാലും കുഞ്ഞായാലും ഒരു ജീവനാണ്. അപ്പോൾ അതിലൊരാൾ മരിച്ചോട്ടെ എന്നുള്ള ഒരു നിലപാട് എടുക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം നമുക്ക് ആർക്കും ജീവൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല, അത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരാളുടെ ജീവൻ എടുത്തോളൂ എന്ന് പറയാനുള്ള അവകാശം ഒരു കാരണവശാലും നമുക്കാർക്കും ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും നമ്മളതിനെ സഭ അതിനെ നിസ്സഹായമായി നോക്കി നിൽക്കത്ത് മാത്രമേ ഉള്ളൂ. ഒരാളെ കൊന്നോളൂ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഞാൻ ഈ ഒരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞു. ജോൺ പോൾ 2 മാർപ്പാപ്പ ഒരിക്കൽ പ്രസംഗത്തിൽ ഒരു സ്പാനിഷ് അമ്മയെക്കുറിച്ച് പറഞ്ഞു. അവർക്കിതുപോലെ പ്രഗ്നൻസിയുടെ ഒരു 6 മാസമായപ്പോൾ യൂട്രസ് ക്യാൻസർ പിടിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അബോർഷൻ ചെയ്ത് കളയണം, എന്നാലേ നിങ്ങൾ രക്ഷപ്പെടത്തുള്ളൂ എന്ന് പറഞ്ഞു. അവരുടെ ഭർത്താവും പറഞ്ഞ് കളഞ്ഞേക്കാൻ പറഞ്ഞു. പക്ഷേ ആ സ്ത്രീ പറഞ്ഞു പറ്റില്ല, എൻ്റെ വയറ്റിൽ വളർന്ന കുഞ്ഞ് ദൈവം എനിക്ക് തന്നതാണ്, അതുകൊണ്ട് ഞാൻ മരിച്ചാലും ശരി ഈ കുഞ്ഞ് ജനിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ നിർബന്ധത്തിന് അവർ കാത്തിരുന്നു. ആ കുഞ്ഞ് ജനിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു. മാർപ്പാപ്പ ഈ അമ്മയെക്കുറിച്ച് പ്രസംഗത്തിൽ പറഞ്ഞിട്ട് പറഞ്ഞു, സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ അനുഗാമിയാണ് ഈ അമ്മ. അതുകൊണ്ട് സഭ ഇവരുടെ മരണത്തിന്
രക്തസാക്ഷിത്വത്തിൻ്റെ വില കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അറിഞ്ഞുകൊണ്ട് തന്നെ സ്വന്തം കുഞ്ഞിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അമ്മയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ സ്വാഭാവികമായിട്ടും സപ്പോസ് കല്യാണമൊക്കെ കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് കുട്ടനാട്ടിൽ കൂടെ ഒരു ബോട്ടയിൽ പിക്നിക്ക് പോവുകയാണ്, കയ്യിലിരിക്കുന്ന കൊച്ച് താഴെ വീണെന്ന് വെള്ളത്തിൽ പോയെന്ന് വിചാരിക്കുക, അമ്മ എന്ത് ചെയ്യും? ടക്കൊന്ന് എടുത്ത് ചാടും അല്ലേ? അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്. ആരായാലും ചാടിപ്പോവും. എത്ര ദുഷ്ടനായാലും അവൻ്റെ ഇരിക്കുന്ന ഒരു കൊച്ചു താഴെ പോയാൽ ചിലപ്പോൾ ആ സ്നേഹം കൊണ്ട് പെട്ടെന്ന് അങ്ങ് ചാടിപ്പോവും. അങ്ങനെ ചാടുന്ന ഒരു അവസ്ഥയല്ല. ഇത് അറിഞ്ഞ് ആലോചിച്ച് തീരുമാനിക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മരിക്കാം എന്നുള്ളൊരവസ്ഥ നിൽക്കുമ്പോൾ ഞാൻ മരിക്കാൻ തയ്യാറാണ്, എൻ്റെ കുഞ്ഞ് ജീവിക്കാൻ വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു അമ്മയുടെ സ്നേഹം. അതിനെയാണ് സഭ വീരോചിതമായിട്ടുള്ള ഒരു മരണമായിട്ട് പരിഗണിച്ചത് അല്ലേ? അതാണ് നമ്മൾ പലപ്പോഴും മറ്റ് രക്തസാക്ഷികളുടെ ജീവിതത്തിലും കണ്ടിട്ടുള്ളത്. കുഷ്ഠരോഗികൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ ഫാദർ ഡാമിയൻ, അദ്ദേഹം ചെയ്തത് തന്നെയല്ല. തൻ്റെ ജീവൻ അപകടത്തിലാകാൻ പോകുകയാണെന്ന് അറിയാമായിരുന്നു, എന്നിട്ടും അദ്ദേഹം അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അപ്പോൾ തൻ്റെ ജീവിതം അപകടത്തിലായാലും ശരി, തനിക്ക് ദൈവം തന്നിരിക്കുന്ന കുഞ്ഞിനെ ജന്മം നൽകണമെന്ന് ആഗ്രഹിച്ച ഒരു അമ്മയുടെ മരണത്തെയാണ് സഭ വീരോചിതമായിട്ട് പരിഗണിക്കുന്നത്. മറിച്ച് നമ്മളിലുള്ള ഒരു സിസ്റ്റം, നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ സിസ്റ്റത്തെ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ ഒരു സുരക്ഷിതത്തിന് വേണ്ടി, മക്കൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അതുമൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തന ക്ഷമത നശിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. അത് തീർച്ചയായിട്ടും നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്വാഭാവിക സാധാരണ സംവിധാനത്തെ നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടി, നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ വേണ്ടാന്ന് വെക്കുന്നു. അത് യഥാർത്ഥത്തിൽ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. നമ്മുടെ ആരോഗ്യത്തോട്, നമ്മുടെ ശരീരത്തോട്, നമ്മുടെ പൂർണ്ണതയോട് നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു ദ്രോഹമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഈ ഒരു കാരണവശാലും സഭയ്ക്ക് ഈ 2-3 കാര്യങ്ങളെ ഒരു വിധത്തിലും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ മക്കൾ ഉണ്ടാകാൻ വേണ്ടി പുതിയ പുതിയ ഒരുപാട് ടെക്നിക്കുകൾ നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നുണ്ട്. പലയിടത്തും IVF സെൻറ്ററുകൾ, അത് ഇത് ഇൻവെർട്ടോ ഫെർട്ടിലൈസേഷൻ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പബ്ലിസിറ്റി ഉണ്ട് അല്ലേ? എവിടെ നോക്കിയാലും, ഏത് മാഗസിൻ എടുത്ത് നോക്കിയാലും ഇപ്പോൾ കാണാറുണ്ട്. അതായത് പണ്ടെന്നത്തേക്കാൾ ഉപരി ഇപ്പോൾ മക്കളില്ല എന്നുള്ളൊരു പ്രശ്നം പലർക്കും ഗൗരവമായിട്ടുള്ളൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് ഇത്ര ആകർഷണീയമായിട്ടുള്ള ചികിത്സാ പദ്ധതികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനെ നമ്മൾ എങ്ങനെ സമീപിക്കും? പലപ്പോഴും കൃത്രിമമായിട്ടുള്ള മാർഗങ്ങളിലൂടെ, അതായത് സ്വാഭാവികമായിട്ടുള്ള ഭാര്യാഭർത്തൃ ബന്ധത്തിൽ മറ്റ് ചില ഇൻവോൾവ്മെൻ്റാണ് അവിടെ നടക്കുന്നത്. സ്വാഭാവികമായിട്ടുള്ള ഭാര്യാഭർത്തൃ ബന്ധത്തിലല്ല മക്കൾ ജനിക്കുന്നത്, മറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള ചില പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ മക്കൾക്ക് ജന്മം നൽകാനായിട്ട് ശ്രമിക്കുകയാണ്. അത് ശ്രമമാണ്, കുറച്ചൊക്കെ വിജയിക്കും, കുറച്ചൊക്കെ പരാജയപ്പെടും. ചിലതൊക്കെ ഫെർട്ടിലൈസ്ഡ് ആയിട്ട് ചിലപ്പോൾ നശിപ്പിക്കപ്പെടും. കുറച്ച് ജീവൻ രൂപപ്പെട്ട് കഴിഞ്ഞിട്ട് കൊല്ലപ്പെടും. ഏതെങ്കിലും ഒന്ന് മാത്രമേ അവർക്ക് ആവശ്യം വരുള്ളായിരിക്കാം. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു പരസ്യമോ പരിപാടികളോ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അതിനെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്, പൊതുവെ നാട്ടിലുള്ളതാണ് എന്ന് പറഞ്ഞ് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം സഭ പറയുന്നതാണ്, ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്വാഭാവിക മാനുഷിക ദാമ്പത്യ ബന്ധത്തിൽ വേണം മക്കൾ ജനിക്കാൻ. ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വാഭാവിക മാനുഷിക ദാമ്പത്യ ബന്ധത്തിൽ വേണം മക്കൾ ജനിക്കാനായിട്ട്. അതിന് പകരം അതിനിടയ്ക്ക് കൃത്രിമമായിട്ടുള്ള ഇടപെടൽ, അത് വരുമ്പോൾ അവിടെ സ്വാഭാവികതയില്ല, മാനുഷിക ബന്ധവുമില്ല. പലപ്പോഴും സ്വാഭാവിക മാനുഷിക ബന്ധം ഇല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു ലൈംഗികതയായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല. ലൈംഗികതയുടെ ലക്ഷ്യങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല അല്ലേ? ഇയാൾക്ക് ലഭിക്കുന്ന ആത്മസംതൃപ്തിയില്ല, പരസ്പര ബന്ധമില്ല, ഒന്നുമില്ല. വെറുതെ എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞുണ്ടാകണം എന്നുള്ള ഒരു ടെക്നിക്ക് മാത്രം. പക്ഷേ സ്ത്രീയിലോ പുരുഷനിലോ എന്തെങ്കിലുമുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിക്കുക, ആ വ്യക്തിക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് നൽകുന്നു എന്നതിനെ നമ്മൾ ഒരു കാരണവശാലും എതിർക്കുകയില്ല. ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് നൽകുന്നു, അയാളിലുള്ള കുറവുകളെ, പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുന്നു, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ആ വ്യക്തിയിൽ മാത്രം ചെയ്യുന്ന കാര്യമാണത്. പക്ഷേ ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിന് പകരം നിൽക്കുന്ന എന്തെങ്കിലും സംവിധാനം ചേർക്കുകയോ ആ സ്വാഭാവിക മാനുഷിക ദാമ്പത്യ ബന്ധത്തെ നിഷേധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങൾക്കും ലൈംഗികത ലക്ഷ്യങ്ങൾക്കും നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമായി. അതിനെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. കാരണം ദൈവം സംവിധാനം ചെയ്തിരിക്കുന്ന ലൈംഗികതയിലൂടെ, പ്രകൃതി അംഗീകരിച്ചിരിക്കുന്നതുമായ ലൈംഗികതയിലൂടെ സ്വാഭാവിക സ്നേഹബന്ധത്തിൽ ഭാര്യാഭർത്താക്കന്മാരിൽ നിന്നാണ് മക്കൾ ജനിക്കേണ്ടത്. അതിന് പകരം കൃത്രിമമായിട്ട് ലബോറട്ടറിയിൽ ജനിക്കുന്ന ഒരു സംവിധാനം എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിവാഹം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയെ ആവശ്യമില്ല അല്ലേ? മക്കൾ വേണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ബാങ്കിൽ ചെല്ലുക, 2-3 മേടിച്ചുകൊണ്ട് പോരുക എന്ന് പറയുന്ന ആ ഒരു കച്ചവട മനസ്സാണ്. എവിടെയെങ്കിലും ചെന്ന് കാശ് കൊടുത്താൽ മക്കളെ കിട്ടുമെന്ന് പറയുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റില്ല. കാരണം
കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വാഭാവിക മാനുഷിക സ്നേഹബന്ധമാണ് അവിടെയാണ് യഥാർത്ഥത്തിൽ മക്കൾ ജനിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്ന ചില ജീവിത സ്റ്റൈലുണ്ട്. പുറം രാജ്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്താൻ തുടങ്ങി. കോഹാബിറ്റേഷൻ, ഒരുമിച്ച് താമസിക്കുക, എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പിരിഞ്ഞു പോകാം, അല്ലേ? അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിവാഹത്തിലെ ഭാര്യ ഭർത്താക്കന്മാരുടേതായിട്ടുള്ള ഒരു സ്നേഹമൊന്നും അവിടെയില്ല. അവിടെ അവരെ നയിക്കുന്നത് ഭയമാണ് പലപ്പോഴും. കുറച്ച് നാൾ കഴിഞ്ഞാൽ എൻ്റെ കാര്യം എന്താവും, ഇയാൾ എന്നെ ഇട്ടിട്ട് പോകുമോ, ഇയാൾ ഇട്ടിട്ട് പോയാൽ ആർക്കാ ഉത്തരവാദിത്വം, അല്ലേ? അങ്ങനെയുള്ളൊരു ഭയം, ഒരു സ്നേഹത്തിൻ്റെ സുരക്ഷിതത്വം നമുക്കവിടെ അഷ്വർ ചെയ്യാനൊന്നുമില്ല. ചിലപ്പോൾ ഒരു വാശി, സമൂഹത്തോടുള്ളൊരു വെല്ലുവിളി, അല്ലെങ്കിൽ മറ്റുള്ളവരെ തോൽപ്പിക്കാനോ നമ്മളൊരു സ്വയം ഒരു പ്രദർശനം നടത്താനോ ഒക്കെ വേണ്ടി കാണിക്കുന്ന ഒരു വെപ്രാളം, അതാണ് ഈ കോഹാബിറ്റേഷനിൽ നടക്കുന്നത്. പലപ്പോഴും നല്ല ആരോഗ്യമുള്ള മനസ്സല്ല അവരെ അവിടെ ഭരിക്കുന്നത്. അവരൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവുകയാണ്. ഒത്തെങ്കിൽ ഒത്തു, ഇല്ലെങ്കിലില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു പരീക്ഷണമായിട്ട് നമുക്ക് ജീവിതത്തെ കാണാനായിട്ട് സാധിക്കില്ല. മറിച്ച് ഒരു സ്വാഭാവിക മാനുഷിക ദാമ്പത്യ ബന്ധത്തിലൂടെ കുടുംബം, സഭയും സമൂഹവും എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയിലൂടെ സുരക്ഷിതമായ സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബം വളരേണ്ടത്. അവിടെയാണ് യഥാർത്ഥത്തിൽ മക്കൾ ജനിക്കേണ്ടത്. അപ്പോൾ അതിൽ ഉൾച്ചേരുന്ന രണ്ട് വ്യക്തികൾക്ക് മക്കളെ ഞങ്ങൾക്ക് വേണ്ട, മക്കളെ വളർത്താനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്ന് പറയാൻ പറ്റില്ല. വിവാഹത്തിൻ്റെ ബാക്കി എല്ലാവിധ സന്തോഷങ്ങളും ഞങ്ങൾക്ക് വേണം, പക്ഷേ മക്കൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് തന്നെ നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഈ വ്യക്തികൾ എടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വിവാഹത്തെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. വിവാഹം കഴിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ തീരുമാനിച്ചിരിക്കുക, ഞങ്ങൾക്ക് പിള്ളേരൊന്നും വേണ്ട, ഞങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് നടക്കാൻ പോവാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിൻ്റെ ലക്ഷ്യത്തിന് നേരെ വിരുദ്ധമായി. വിവാഹത്തിലെ ലൈംഗികതയുടെ ലക്ഷ്യത്തിനും നേരെ ഘടകവിരുദ്ധം, അല്ലേ? നമ്മളവിടെ പറഞ്ഞിരുന്നു, ലൈംഗിക ലക്ഷ്യങ്ങളിലൊന്ന് സന്താനോൽപാദനത്തിന് ഉള്ള തുറവി, മക്കൾക്ക് ജന്മം നൽകാൻ. ഒരാൾക്ക് സ്വാഭാവികമായിട്ട് മക്കൾ ജനിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് അപൂർണതയൊന്നുമില്ല. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. അതായത് ഞങ്ങൾക്ക് മക്കളില്ല, അപ്പോൾ ഞങ്ങൾക്ക് എന്തോ വലിയ കാര്യമായിട്ടുള്ള കുറവാണ്. അങ്ങനെ നമുക്കൊരിക്കലും കാണാൻ പറ്റില്ല. മക്കളില്ല എന്ന് പറയുന്നത് വിവാഹത്തിൻ്റെ ഒരു അപൂർണതയായിട്ടോ കുടുംബത്തിൻ്റെ അപൂർണതയായിട്ടോ കാണാനായിട്ട് പറ്റില്ല. അത് യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹത്തിൽ ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ്. അത് കിട്ടിയില്ലെങ്കിലും ആ വിവാഹം അതിനാൽ തന്നെ പൂർണ്ണമാണ്, അതിനകത്തൊരു കുറവുമില്ല. വേണമെങ്കിൽ അവർക്ക് സമൂഹത്തിൽ ഒരുപക്ഷെ മറ്റ് അനാഥരായിട്ട് ആരോരുമില്ലാത്ത മക്കളെ എടുത്ത് വളർത്തി അവർക്ക് മക്കളെ വളർത്താനുള്ള ഒരു സ്വാഭാവിക താല്പര്യത്തിന് പൂർണ്ണത നൽകാനായിട്ടും സമൂഹത്തോടൊരു അവരുടെ പ്രതിബദ്ധത കാണിക്കാനൊക്കെ സാധിക്കും. ഒരുപാട് പേര് അങ്ങനെ സഹായം അർഹിക്കുന്നവർ ഈ സമൂഹത്തിലുണ്ട്. അത് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന ഒരു ചാരിറ്റിയാണ്. പക്ഷേ എന്നാൽ അതുകൊണ്ട് വിവാഹം അപൂർണമായി എന്നോ ഞങ്ങൾക്ക് എന്തോ കുറവുണ്ടെന്നോ ചിന്തിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഇടയിൽ നിന്ന് മാറേണ്ടതാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ ഈ ദമ്പതിമാരുടെ സ്നേഹം, അവരുടെ സ്വാഭാവിക മാനുഷിക സ്നേഹബന്ധം, അതിൽ മക്കൾ ജനിക്കുക. അപ്പോൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന മനുഷ്യ മാഹാത്മ്യത്തെ തന്നെ, ഈ വ്യക്തിയുടെ മാഹാത്മ്യത്തെ തന്നെ വെട്ടിക്കുറയ്ക്കുന്ന രീതിയിൽ അയാളുടെ ശരീരം ഒരു വസ്തുവാക്കി തരം താഴ്ത്തുന്ന എന്തെങ്കിലും പ്രക്രിയകൾ നമ്മൾ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് വിവാഹത്തിലെ ലൈംഗികതയുടെ അന്തസത്ത കളയുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നതാണ്, വിവാഹത്തിലെ ലൈംഗികത എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യ ജീവിതത്തിലെ എസെൻഷ്യലായിട്ടുള്ള അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. അത് ശാരീരികവും മാനസികവുമായിട്ടുള്ള രണ്ട് തലങ്ങളുണ്ട്. അതിൽ മാനസികമാണ് വളരെ പ്രധാനപ്പെട്ട നിൽക്കുക. ഇത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഒരു വ്യക്തിയിലെ സംതൃപ്തി നൽകുക, ഒരു സ്ത്രീ പുരുഷ ബന്ധം, ഒരു വ്യക്തിയാന്തര ബന്ധത്തിലേക്ക് നയിക്കുക, മക്കൾ ഉണ്ടാകാനുള്ള സാധ്യത. ഇതിൽ സംഭവിക്കാവുന്ന പാളിച്ചകളിലൊന്നാണ് മക്കൾ വേണ്ട എന്നുള്ളൊരു നിലപാടെടുക്കുന്നത്, അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള സംവിധാനങ്ങളിലൂടെ മക്കൾക്ക് ജന്മം നൽകാനുള്ള മാർഗങ്ങളെ തടയുക എന്നുള്ളത്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അത് വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് തന്നെ വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. വിവാഹത്തിലെ ലൈംഗികതയുടെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്നത്. പ്രകൃതിയിലും സമൂഹത്തിലും നമ്മൾ കാണുന്നത് വിവാഹത്തിൻ്റെ ലക്ഷ്യം, കുടുംബത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും സ്വാഭാവിക മാനുഷിക സ്നേഹത്തിലൂടെ മക്കൾക്ക് ജന്മം നൽകി അവരൊരു സമൂഹമായിട്ട് തീരുന്നതാണ്. അതുകൊണ്ട് അവരെ വേണ്ട എന്നുള്ളൊരു നിലപാടെടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാര്യ ഭർത്തൃ ബന്ധം ഇല്ലാത്ത മാർഗങ്ങളിലൂടെ മക്കൾ എങ്ങനെയെങ്കിലും ജനിച്ചാൽ മതി എന്നുള്ളൊരു നിലപാടെടുക്കുന്നതോ അംഗീകരിക്കാവുന്ന യാഥാർത്ഥ്യങ്ങളല്ല. സഭ ഈ കാര്യത്തിൽ വളരെ പക്വമായിട്ടുള്ളൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. സഭയുടെ നിലപാട് അതാണ്. ദൈവമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ലക്ഷ്യം വിവാഹത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് വേണം ദമ്പതിമാരും മുന്നോട്ട് പോകാനായിട്ട്. ദൈവത്തെ മറന്നിട്ട് പ്രകൃതിയിൽ അല്ലെങ്കിൽ നമുക്കിവിടെ ഈ സമൂഹത്തിൽ എന്തൊക്കെ പുതിയ പുതിയ ടെക്നോളജി അവൈലബിൾ ആണോ അതെല്ലാം നമ്മളെടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ മനുഷ്യനൊരു കേവലം യന്ത്രമായിട്ട് അധപതിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നതിന് ഒരു വിലയില്ലാതായി തീരുകയാണ്. സമൂഹത്തിൻ്റെ തന്നെ അടിത്തറ പാളിപ്പോകാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ന് കണ്ടത്. അപ്പോൾ
ഇതൊരു വലിയ വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ. ദൈവം തരുന്ന മക്കളെ സ്വീകരിക്കുക, അവരെ വളർത്തുക, അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്ന് പറയുന്നതൊക്കെ വലിയൊരു വെല്ലുവിളിയാണ്. നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ അത് ഏറ്റെടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ഉള്ളത്, അല്ലേ? ശരിയല്ലേ? അതുകൊണ്ട് ഒരു വിവാഹത്തിൽ യഥാർത്ഥത്തിൽ മക്കളെ വളർത്തുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കണം. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, അവിടുത്തെ സമ്മാനമാണ്. അവരെ വളർത്തുക എന്ന് പറയുന്നതും ദൈവം തരുന്ന ഒരു അനുഗ്രഹവും കഴിവുമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ പദ്ധതിയോടെ സഹകരിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം വിജയകരമായിട്ട് മാറുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിൽ പങ്കുചേർന്നതിന് നന്ദി പറയും. നമ്മൾ വീണ്ടും അടുത്ത സെഷനിനകത്ത് കാണും. അടുത്ത സെഷനിൽ നമ്മൾ എന്താണ് യഥാർത്ഥത്തിലുള്ള ലൈംഗിക ധാർമ്മികതയുടെ ദൈവശാസ്ത്രപരമായിട്ടുള്ള അടിത്തറ, വിവാഹ ജീവിതത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ ധാർമ്മികത എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകം എന്താണെന്നുള്ള നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് കണക്കുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓരോ ഇഷ്യൂസ് ബേസ്ഡ് ആയിട്ടായിരുന്നു. ഈ ഇഷ്യൂസൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷേ അതിൽ നിന്ന് അല്പം കൂടി വ്യത്യാസമായിട്ട് എന്താണ് ധാർമ്മികത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഡയമെൻഷൻ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം കാണാം. വിശുദ്ധി